ഷാഫി പറമ്പിൽ ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് പോവാം. ഓടി നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തിരക്കിലാണ് MP ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് കൂടി പോവാം. ഷാഫിക, പോളിംഗ് എങ്ങനെയുണ്ട്? പോളിംഗ് ഇങ്ങനെ ഒന്ന് അനക്കം വെച്ച് നന്നായിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ ഇപ്പം നിയർലി 60 ആയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കൊരു നല്ല പെർസെൻറ്റേജിലേക്ക് വരാൻ പറ്റും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ സമയത്ത് ഈ പോളിംഗ് ആണോ ഇവിടെ വരുന്നത്? അല്ല, അതും ഡിപ്പെൻസ്, ഓരോ സമയത്ത് ആളുകൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം വളരെ കുറവായിട്ടായി റിപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പം കുറച്ച് ഉയർന്നു വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ജനറൽ ഇലക്ഷനൊക്കെ അല്ലാത്തതുകൊണ്ട് ചിലപ്പം ജോലി സ്ഥലത്ത് നിന്നൊക്കെ ആൾക്കാർ ഇന്ന് വരാനും ഇന്ന് തന്നെ വന്ന് ചെയ്ത് പോകാനൊക്കെയുള്ള സാധ്യതയുള്ള സമയമാണല്ലോ. അപ്പോൾ ഒരു പ്രതീക്ഷയോടെയാണ്. പിന്നെ സംഘടന എന്നുള്ള നിലക്ക് പരമാവധി UDF വോട്ടുകൾ പരമാവധി പോളിയിക്കണം എന്നുള്ള നിർദ്ദേശം ബൂത്തുകളിൽ ഞങ്ങൾ കൊടുക്കുന്നുമുണ്ട്. ഈ ഒരു മന്ദഗതിയിൽ ആത്മവിശ്വാസക്കുറവോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല, ആത്മവിശ്വാസക്കുറവിൻ്റെ ഒരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ ഉദിച്ചിട്ടില്ല. അതെല്ലാ കാരണങ്ങൾ കൊണ്ടും ഇന്നലെ വരെയുള്ള എല്ലാ കാരണങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി മാറുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. ഭയങ്കര വെയിൽ, ചിലരോട് ചോദിക്കാം വെയിലായതുകൊണ്ടായിരിക്കാം വരാത്തതെന്ന് പറയുന്നുണ്ട്. വെയിൽ ഒരു ഘടകമാകുന്നുണ്ടോ? ഇതിനേക്കാൾ വലിയ വെയിലിൽ വോട്ട് ചെയ്യേണ്ടി വരാറുണ്ട് സാധാരണ. കാരണം April Mayയിലല്ലേ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷെ ഇന്നും നല്ല ചൂടുണ്ട്. ഇപ്പം പിന്നെ കുറച്ചും കൂടെ വൈകുന്നേരം ആകുമ്പോൾ ഊണൊക്കെ കഴിച്ച് ഇന്നും കൂടെ വൈകുന്നേരം ആകുമ്പോൾ വോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകൾ എന്തായാലും ഉണ്ടാവുമല്ലോ. അതും കൂടെ ഒക്കെ വരട്ടെ, എങ്ങനെയാണ് നോക്കാം. എല്ലാവരെയും ബൂത്തിലെത്തിക്കും. പരമാവധി എല്ലാവരും ബൂത്തിലെത്തിക്കും. ഞങ്ങൾ ഉറപ്പായിട്ട് എത്തിക്കും. ഞാൻ എൻ്റെ കണക്ക് നോക്കും. എഴുതി എടുത്തിട്ടുണ്ട്. എത്ര ശതമാനം ഇവിടെ? ഇപ്പം നിയർലി 60 ആയി. ഇപ്പം 59.60 ആയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം എല്ലാ ബൂത്തിലും പോയി എഴുതെടുത്തോണ്ടിരിക്കുക. ഷാഫി പറമ്പിൽ MP അദ്ദേഹത്തിനോട് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുണ്ട്. ഒപ്പമുള്ള പ്രവർത്തകരോട് അദ്ദേഹം ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കണക്ക് നോക്കുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണക്കൊക്കെ എടുത്തുകൊണ്ട് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഓരോ വോട്ടും കുറയുന്നതും പോളിംഗ് ഏത് തരത്തിലാകുന്നു എന്ന വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇത് പിരായിരി പഞ്ചായത്താണ്. പിരായിരി പഞ്ചായത്തിലെ കല്ലേക്കാടാണ് നമ്മളുള്ളത്. നമ്മൾ ഇങ്ങോട്ട് വന്നത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ സാരഥിക്ക് ഇവിടെയാണ് വോട്ട്. സതീഷ് ഇവിടെ ഉണ്ട്. സതീഷ്, വോട്ട്